അവർ നാട്ടിൽ അവരിങ്ങ് വന്നു, മുന്നോട്ട് പോയി. അവർ പറയുന്നത് അവരുടെ ആ ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് ഈ ഭർത്താവും ഭാര്യയും തമ്മിൽ അത്ര അണ്ടർസ്റ്റാൻഡിങ് അല്ലായിരുന്നു. കാരണം ഭർത്താവ് ഇച്ചിരിയൊക്കെ സ്വാഭാവികമായിട്ട് ആണുങ്ങളാകുമ്പോൾ ഇച്ചിരിയൊക്കെ പിശുക്കതലൊക്കെ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന് ഇച്ചിരി ചിലവാക്കുന്നതിനകത്തോ ഇപ്പം ഡ്രസ്സൊക്കെ എടുക്കുന്നതിനകത്തോ ഇപ്പോൾ ഒരു ഓണം വന്നാലോ അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് വന്നാലോ വിഷു വന്നാലോ ഒന്നും അങ്ങനെ അവർ വലിയതായിട്ടൊന്നും ഡ്രസ്സൊന്നും എടുക്കുന്നതിനോട് അയാൾ താല്പര്യപ്പെടുത്താറില്ല. അവർ വേണമെങ്കിൽ നിൻ്റെ കയ്യിലെ കാശുകൊണ്ട് നീ മേടിച്ചോ, ഞാൻ മേടിച്ച് തരില്ല എന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു മനുഷ്യന്. അയാളും ഉപയോഗിക്കാറില്ല, ഇവർക്ക് ഒട്ടും മേടിച്ചു കൊടുക്കാറില്ല. മക്കൾക്കാണെന്ന് പറഞ്ഞാലും ഫീസ് അടയ്ക്കുന്നതൊക്കെ അവർ പറയുന്ന ഇച്ചിരി ഡിലേ ആയിട്ടൊക്കെ അയാൾ ചെയ്തുകൊണ്ടിരുന്നത്. ചില സമയത്ത് അവർ തന്നെ അടച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെങ്കിൽ ഈ മനുഷ്യൻ മരിച്ച് കുറേ നാളുകൾക്ക് ശേഷം ഏകദേശം ഈ മൂത്തൊരു 2 പിള്ളേരാണ് അവർക്കുള്ളത്, ഒരു ഇളയ മകളും മൂത്തൊരു മകനും. ഈ മകൻ കോളേജിലാകാറാകുന്ന സമയമായപ്പോൾ ഇവർക്ക് ഒരു LIC-ന്നോ ഏതോ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നോ ഒരു ന്യായമായ ഒരു എമൗണ്ട് പോളിസി ആയിട്ട് വന്നു.